ഇൻ മൈ ലൈഫ് അല്ല. ഇപ്പോൾ ഈവനിങ് ആണ്. ഈവനിങ് ടു നൈറ്റിലെ കുറച്ച് പരിപാടികളാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. എന്താ പറയുക, ഞാൻ അവിടെ നിന്ന് കേട്ടോ വീഡിയോ എടുക്കൽ. അമ്മ വരുന്നതിൻ്റെ മുന്നേ ഇവിടേക്ക് മൊത്തം ക്ലീനാക്കിയൊക്കെ നീറ്റാക്കി വെക്കണം, അല്ലെങ്കിൽ അപ്പോൾ ഫ്രിഡ്ജിൽ അവിടെയൊക്കെ ഓരോ സാധനങ്ങളാട്ടോ. മോനെ അവിടെ ഇവിടേക്ക് കിടത്തുന്നതിനെ കൊണ്ട് ആ തുണിയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ വെളിച്ചം, അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് മീൻ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കത് വെട്ടിക്കൂട്ടി ഒരു കറിയാക്കാം. ബാക്കി ഞാൻ വഴിയെ പറയാം കേട്ടോ. അടുക്കളയുടെ കോലം കണ്ടാലും പേടിക്കണ്ട, കാരണം ഞങ്ങൾക്ക് ഈ ഒരു ചെറിയ സ്പേസേ ഉള്ളൂ. അപ്പോൾ ആ സ്പേസിൽ ഇതിൽ കൊള്ളാവുന്നത്ര സാധനങ്ങൾ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് കുത്തി നിറച്ച് വെച്ചതാണ്. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ആരും മൈൻഡ് ആക്കണ്ട കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലുള്ള ആളെ എടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം പുറത്ത് വെക്കാം. ഭയങ്കര ഫ്രീസറായിട്ടിരിക്കുകയായിരിക്കും. നമുക്ക് താണ്ടെ നെത്തലാണ് കിട്ടിയത്. ഇത് ഭയങ്കരമായിട്ട് ഫ്രീസായി കിടക്കുകയാണ് ഫ്രീസറിൽ. ഇനിത് കുറച്ച് നേരം ഇവർ സെപ്പറേറ്റ് ആയിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്കിവിടെ കടിച്ചേരി ക്ലീനാക്കി വെക്കാം. വേറെ കുറച്ച് പരിപാടികളുണ്ട്, അപ്പോൾ അത് നോക്കാം കേട്ടോ. ഒരു കുറച്ച് സമയം എടുക്കും. ഇതാണ് ടാസ്ക്. എനിക്കിപ്പോൾ പെട്ടെന്ന് ചെയ്യണം. ഇനി ഇവർ വിട്ട് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, അപ്പോൾ അതവിടെ എന്താക്കാനാ കട്ടയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മോനുള്ള ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അവന് ഇതാണ് അമൃതപ്പൊടി ഇല്ലേ, അവന് അമൃതപ്പൊടി കേട്ടോ കൊടുക്കല്. അപ്പം അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കി വെക്കാം. അവൻ ഉറങ്ങല്ലേ. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചെറിയൊരു കുട്ടി ജ്യൂസ്. അപ്പോൾ ഇതിലിട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇവർ കഴിക്കില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ജ്യൂസാക്കിയിട്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, അവർക്ക് മനസ്സിലാവുകയില്ല. അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് സംഭവമൊക്കെ സെറ്റായി വന്നപ്പോൾ ഇതിനൊരു എന്താ പറയുക, കോൾഡ് കോഫീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ കുമുകുമാന്ന് കുടിക്കായിരുന്നു. ബാക്കിയുള്ളത് ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയോണ്ട് പറയല്ല, സെറ്റ് സാധനമായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു വെക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ്
മീൻ നന്നാക്കൽ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട് നന്നാക്കി വരാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് അമ്മയും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ നെത്തോലി നന്നാക്കാൻ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. മടിയായതിനെ കൊണ്ടാണ്, കുറേ ഉണ്ടാവുമല്ലോ. മറ്റേ മത്തി അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നന്നാക്കി കഴിയില്ല. എണ്ണി വെക്കുക, അത്രയും കൂടിയേ ഉള്ളൂ എന്നുള്ള സാധനം. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു ലോഡുള്ളതിനെ കൊണ്ട് നന്നാക്കിയിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഈ നന്നാക്കാൻ ഇഷ്ടമില്ലാത്ത മീനുകളിലൊക്കെ ഒന്നാണ് ഈ നെത്തോലി. പിന്നെന്താ പറയുക, ചെമ്മീൻ, അങ്ങനെയുള്ള ഐറ്റംസൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആരെങ്കിലും നന്നാക്കിയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ സെറ്റാക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ദാണ്ടെ നമ്മുടെ മീനൊക്കെ നീറ്റാക്കി ക്ലീനാക്കി എടുത്തിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ കുറേ വെള്ളത്തിൽ ഇങ്ങനെ കഴുകൂട്ടോ. അമ്മ അറിയാം അതെല്ലാം കൂടി ഉടഞ്ഞു പോകുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു കൊഴുപ്പുണ്ടാവുമല്ലോ, ആ കൊഴുപ്പ് പിന്നെ നമ്മൾ കഴുകി വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ കൊഴുപ്പ് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ദാണ്ടെ ഞാൻ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ക്രിസ്പി ഫീൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് ഞാൻ എന്താ പറയുക, കറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കൂക്കും വിളിയൊക്കെ കേട്ട് വന്ന് നോക്കുമ്പോണ്ട് ആൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. ഇത് അവൻ്റെ കയ്യിലുള്ള കിളിക്കട്ട അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അതിങ്ങനെ കിലുക്കി ഇങ്ങനെ ഇരുന്നോളും. പിന്നെ അതിൻ്റെ ആ ഒരു കോലുണ്ടല്ലോ, ആ കോലിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വായിലിട്ടിട്ട് ഇപ്പം പല്ല് വന്നതിനെ കൊണ്ട് അതിങ്ങനെ കടിച്ചു പൊട്ടിക്കാനൊക്കെ നോക്കും. അങ്ങനത്തെ ഓരോരോ പരിപാടികളാണ് ഇപ്പോൾ മൂപ്പരത്. കണ്ടില്ല പുതിയ ഓരോ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്താ പറയുക, നെത്തിൽ കുറച്ച് നേരം മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് പൊരിച്ചു. ഫുഡ് കഴിക്കാനാകുമ്പോഴത്തേക്കും ഒക്കെ സെറ്റാക്കിയാൽ മതിയല്ലോ. അങ്ങനെ അതെടുത്ത് കുറച്ച് പൊരിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കറി നല്ലോണം വറ്റിച്ചാണ് വെച്ചത്. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഇഷ്ടം, നല്ല വറ്റിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും വറ്റിച്ച് വെച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി എൻ്റെ കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ. എന്താ പറയുക, മുഖം ആകെ ഡള്ളായി കിടക്കുവാണ്. അപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും മുഖത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ റിമൂവ് ചെയ്യലും അങ്ങനത്തെ ഓരോ പരിപാടികളാട്ടോ. എൻ്റെ ഒരു കമ്മൽ കാണാനില്ല, അതാണിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ മെയിനായിട്ട് ഹെയർ കെയറും സ്കിൻ കെയറൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കാണ്ടിട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ലോസും പിന്നെ സ്കിന്നിൽ കുറേ ഡാമേജസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, സ്കിന്നിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, പിമ്പിൾസ് വന്ന മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കായിരുന്നു, പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹെയർ കെയർ ആയാലും സ്കിൻ കെയർ ആയാലും ഞാനിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2-3-4 ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഹെയറൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി കെട്ടി വെക്കും കേട്ടോ. ടൈറ്റ് ചെയ്യാതെ കെട്ടി വെക്കും. പിന്നെ എന്താ പറയുക, സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്യും. ചില സമയത്ത് ഡബിൾ ക്ലെൻസ് ചെയ്യും. എന്നിട്ട് ഭയങ്കരമായിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കും. എന്നിട്ട് എൻ്റെ സാധനങ്ങൾ എന്താ പറയുക, മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നൈറ്റ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിപ്പോൾ എല്ലാ നൈറ്റിലും ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, ഞാൻ പ്രൊഡക്ട്സൊക്കെ ഈ അടുത്താണ് വാങ്ങിച്ചത്. എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ തീർന്നെടുക്കായിരുന്നു. പിന്നെ വാങ്ങാനും ഉള്ള ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഇപ്പോഴാണ് സെറ്റായൊക്കെ റെഡി ആയത്, വീണ്ടും ഈ ട്രാക്കിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ടാറ്റാ.